ഒരു ബൗളിലേക്ക് നമുക്ക് 1 കപ്പ് അവല് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവല് എടുക്കാം. വെള്ളയോ അല്ലെങ്കിൽ ബ്രൗണോ എടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. അതിൽ കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം നമുക്കിതിൻ്റെ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്യാം. ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് പോകണം. വെള്ളം നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. പിന്നെ ഇതിലേക്ക് ഒരു വലിയ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, അത് ചേർക്കാം. പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർക്കാം. ഇഞ്ചിയുടെ പേസ്റ്റ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ചേർത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. ഇപ്പം മല്ലിയില ഉണ്ട് വെച്ചാൽ മല്ലിയിലയും കൂടി ചേർക്കാം. പിന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി ചേർക്കാം. പിന്നെ ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം. പിന്നെ വേണമെങ്കിൽ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ മോനൊക്കെ കൊടുക്കണോണ്ട് മുളക് പൊടി, സാധാരണ മുളക് പൊടിയും പച്ചമുളകും ചേർക്കണില്ല, പകരം കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കണേ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കടലമാവ് ചേർക്കാം. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി, കുറച്ച് മതി കേട്ടോ, ഒരു പിഞ്ച് മതി. ഇനി നമ്മൾ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് മാഷ് ആവണം, അതിൻ്റെ പീസസ് ആയിട്ടൊന്നും കിടക്കാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും പീസസ് കിടക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, ഒരു ഡോ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോയിൽ ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല, നല്ല ഡ്രൈ ആയിട്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ കുഴയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ കടലമാവ് ഇത്തിരിയും കൂടി ചേർക്കുക. കാരണം നമ്മൾ വെള്ളത്തിൻ്റെ അംശത്തിലുണ്ടെങ്കിൽ നമ്മളിത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ല. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ഡോ എടുത്തിട്ട് ഇങ്ങനെ ഉരുളകളാക്കാം. കൈ വേണമെങ്കിൽ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തോളൂ, പൊട്ടി പിടിക്കില്ല. അതായത് കയ്യിൽ ഇത്തിരി എണ്ണ തടവിയാൽ മതി. കണ്ടില്ലേ, ഇതുപോലെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബോൾസ് ആക്കി എടുക്കാം നമുക്ക്. ഈ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് ഏകദേശം ഒരു 14-15 ബോൾസ് ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഈ ബോൾസിലേക്ക് ഇടാവൂ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യരുത്. ഒരു ലോ ഫ്ലെയിമിനേക്കാളും ഇത്തിരി ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഉള്ളിൽ വേവാൻ പ്രയാസമായിരിക്കും. അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്ന് മുരിഞ്ഞൊരു ഗോൾഡൻ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഫ്രൈ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അവൽ ബോണ്ട ഏകദേശം ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് എണ്ണയിൽ കിടന്ന് ഒന്ന് മുരിഞ്ഞ് വരണം. ഞാൻ ഒരു ലോ ഫ്ലെയിമിനേക്കാളും കുറച്ച് മേലെ വെച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഇത്തിരി സമയം എടുക്കും മുരിഞ്ഞ് വരാനായിട്ട്. എന്നാലും നമ്മുടെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ ഈ ബോണ്ടയുടെ. ഇപ്പം നമ്മുടെ അവൽ ബോണ്ടയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് 2 സൈഡും, കണ്ടോ? ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവൽ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടുപോലെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസ് ഒക്കെ എന്നെ അറിയിക്കുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം വീണ്ടും മറ്റൊരു ഡിഷായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ.